നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാ മനുഷ്യസ്നേഹികളും മതേതരവാദികളും യഥാർത്ഥ മതവിശ്വാസികൾ അണിചേരുന്നത് LDFന്റെ കൂടെയെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഡീൽ ആരോപണത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്നും കൈപ്പത്തിയും താമരയും ഒരുപോലെയെന്നും ബിനോയ് വിശ്വം. ഉത്സവപ്പറമ്പിൽ മാല പൊട്ടിച്ചോടുന്ന കള്ളൻ മുൻപിലേക്ക് നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയും പോലെയാണ് കോൺഗ്രസ് എന്നും ആക്ഷേപം. LDF നേതാക്കളുടെ ചിന്തകളുടെ സിസ്റ്റം തകരാറിലായിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി. നവകേരള സദസ്സ് നടത്താനും പണി പൂർത്തീകരിക്കും മുൻപേ റോഡുകളുടെയും പാലങ്ങളുടെയും റീൽസ് എടുക്കാൻ കോടികൾ ചെലവാക്കുന്നതായും പരാമർശം. ജനങ്ങളുടെ ചോദ്യത്തെ ഭയക്കുകയും അതിനെതിരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി നമുക്ക് വേണ്ടെന്നും സോണിയാഗിരി. ചിറ്റൂരിൽ ശ്രീ നിയോജകമണ്ഡലം കൺവെൻഷൻ. തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കോൺഗ്രസ്. സർക്കാർ തെരുവിൽ കെട്ടിയ ബാരിക്കേഡുകളിൽ പൊതുസ്ഥലത്ത് BJP കൊടികൾ കെട്ടിയെന്ന് ആരോപണം. ഷൊർണൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെയും ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷകർ. ഓരോ മണ്ഡലത്തിലും 4 സ്ക്വാഡുകൾ. കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസ് തിരിച്ച പാർട്ടിയിലേക്ക്. ലാലി ജെയിംസ് മാപ്പ് എഴുതി നൽകി. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഓശാന ഞായർ ഇന്ന്. വിവിധ ദേവാലയങ്ങളിൽ പങ്കെടുത്ത വിശ്വാസികൾ. ഓശാന ഞായറോടുകൂടി ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കം. പൊയ്ക്കാളകൾക്കും വെടിക്കെട്ടിനും പേരുകേട്ട ചേലക്കര അന്ത്യമഹാകാളൻ വേലയ്ക്ക് വീരച്ചൂട് വകവയ്ക്കാതെ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ മനുഷ്യസ്നേഹികളും മതേതരവാദികളും യഥാർത്ഥ മതവിശ്വാസികളും അണിചേരുന്നത് LDFന്റെ കൂടെയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഡീൽ ആരോപണത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്നും കൈപ്പത്തിയും താമരയും ഒരുപോലെയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഉത്സവപ്പറമ്പിൽ മാല പൊട്ടിച്ചോടുന്ന കള്ളൻ മുൻപിലേക്ക് നോക്കി കള്ളൻ എന്ന് വിളിച്ച് പറയുന്നത് പോലെയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രിയോട് ചോദ്യമുണ്ടെന്നും ഇന്ധനക്ഷാമം എന്ന് തീരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും യുദ്ധത്തോട് ഇന്ത്യ വ്യക്തമായ നിലപാട് എടുക്കുന്നില്ല എന്നത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രം പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാത്ത പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. LDF ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യനിരയാണെന്നും എല്ലാ വർഗീയതയ്ക്കും തങ്ങൾ എതിരാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഇതിന്റെ ഭാഗമാണത്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, LDFും RS നയിക്കുന്ന BJPയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. 2 കാര്യം കാണാം. ഒന്ന് ഇത് തന്നെ, 2 അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെ മൂടി വയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അരക്ഷിതാവസ്ഥയുണ്ട്. RSSന്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യയിലെമ്പാടും ന്യൂനപക്ഷങ്ങൾക്ക് ഭയമുണ്ടാകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും, ആരാധന അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, വിദ്യാഭ്യാസ അവകാശങ്ങൾ, വസ്ത്രരീതികൾ അടക്കം എല്ലാം വെല്ലുവിളിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവർ അങ്ങേയറ്റം ഭയപ്പാടിലാണ്. ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ ന്യൂനപക്ഷം ചുറ്റുപാടും നോക്കും, ബന്ധുക്കൾക്ക് വേണ്ടി. ഇന്ത്യയിൽ അവർക്കറിയാം, ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ബന്ധുക്കൾ ഞങ്ങളാണ്, ഇടതുപക്ഷമാണ്. എവിടെയെല്ലാം ഞങ്ങളുണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അവിടെയെല്ലാം ഞങ്ങൾ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ ബന്ധുക്കളായിട്ടുള്ള കാര്യം അവർക്കറിയാം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. LDF നേതാക്കന്മാരുടെ ചിന്തകളുടെ സിസ്റ്റം തകരാറിലായിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി പറഞ്ഞു. നവകേരള സദസ്സ് നടത്തുവാനും പണി പൂർത്തീകരിക്കും മുൻപേ റോഡുകളുടെയും പാലങ്ങളുടെയും റീൽസ് എടുക്കാൻ കോടികൾ ചെലവാക്കുന്നതായും സോണിയാഗിരി ആരോപിച്ചു. ജനത്തിൻ്റെ ചോദ്യത്തെ ഭയക്കുകയും അതിനെതിരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് എന്തിനാണെന്നും എന്തിനു വേണ്ടിയാണെന്നും സോണിയാഗിരി ചോദിച്ചു. ചിറ്റൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ്റെ നിയോജകമണ്ഡലം ശ്രീ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സോണിയാഗിരി. ചിറ്റൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചിറ്റൂർ നിയോജകമണ്ഡലം സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സോണിയാഗിരി. ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാരിനെ സമീപിച്ചാൽ സിസ്റ്റം തകരാറാണെന്ന മറുപടിയാണ് ലഭിക്കുക. ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ജനങ്ങളുടെ പരാതി എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ സർക്കാർ ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നത്തിന് മറുപടി നൽകിയിട്ടുണ്ടോ, നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നും അവർ ചോദിച്ചു. ഇക്കോട്ടർ നവകേരള സദസ്സ് നടത്താനും പണി പൂർത്തീകരിക്കും മുൻപേ റോഡുകളുടെയും പാലങ്ങളുടെയും റീൽസ് എടുക്കാനും കോടികൾ ചെലവഴിക്കുന്നു.
ജനങ്ങളെ നേരിട്ട് കാണാൻ പാടില്ലാത്ത, ജനത്തിൻ്റെ ചോദ്യങ്ങളെ ഭയക്കുന്ന, അതിനെതിരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന, സ്വന്തം ജനതയെ മനസ്സിലാക്കാത്ത ഒരു മുഖ്യമന്ത്രിയെ നമുക്കെന്തിനാണെന്നും സോണിയാഗിരി ചൂണ്ടിക്കാട്ടി. തലേദിവസം വൈകിട്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട കുറച്ച് സമ്പന്നരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം. നിങ്ങൾ എല്ലാവരും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു മേശപ്പുറം നിറയെ ഭക്ഷണമാണ്. ഒന്നാമത് ജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഓരോരുത്തരും പോയി നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ച് പറയുന്നതിനും നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും. കൊഴിഞ്ഞാമ്പാറ റൂബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് കൊഴിഞ്ഞാമ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ഷംസദ് ബാനു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, AICC നിരീക്ഷകൻ HC യോഗേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഷീബ, ചിറ്റൂർ തത്തമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണലീല, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി R തങ്കം, മഹിളാ കോൺഗ്രസ് ചിറ്റൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബീന, ബ്ലോക്ക് മെമ്പർ മാലതി കൃഷ്ണൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് കോൺഗ്രസ്. സർക്കാർ ചെലവിൽ കെട്ടിയ ബാരിക്കേഡുകളിൽ പൊതുസ്ഥലത്ത് BJP കൊടികൾ കെട്ടിയെന്നും ആരോപണം. അമ്പലങ്ങളുടെയും പള്ളികളുടെയും ചിത്രങ്ങളും പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിച്ചതായും കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിട്ടേണിംഗ് ഓഫീസർക്കും കോൺഗ്രസ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള പരാതി നൽകി. ഒരു നിയമസഭാ ഇലക്ഷന് ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ പ്രതിപാദിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ പാർട്ടിക്കാരുടെ ചിഹ്നങ്ങളോ കൊടിയോ ഒന്നും വെക്കാൻ പാടില്ല എന്നാണ്. നിങ്ങളൊന്ന് നോക്കിയേ, ഇത് സർക്കാർ ചെലവിൽ ബഹുമാനായ പ്രധാനമന്ത്രി വരുന്നതിന് വേണ്ടിയിട്ട് ബാരിക്കേഡ് കെട്ടിയിരിക്കുകയാണ്. ആ ബാരിക്കേഡിലെല്ലാം തന്നെ BJP പാർട്ടിയുടെ കൊടി വെച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ ആ കൊടി വെച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെ ആയിരിക്കാം. എന്തായാലും ഞാനിപ്പോൾ കളക്ടർക്ക് പരാതിപ്പെട്ടു, റിട്ടേണിംഗ് ഓഫീസർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി എത്രയും പെട്ടെന്ന് കൊടികൾ മാറ്റേണ്ടതാണ്. ഇത് മാത്രമല്ല, ഒരു സ്വല്പം കൂടി നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ ഒരു വലിയ പോസ്റ്റർ ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത് അമ്പലങ്ങളുടെ പടമാണ്. നമുക്കറിയാം, നിയമം അനുസരിച്ച് സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ പരസ്യ പ്രചരണത്തിൽ പള്ളികളുടെയോ അമ്പലങ്ങളുടെയോ പടങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വലിയ ലംഘനമാണ്, വലിയ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ വിരുദ്ധമായ പ്രവൃത്തിയാണ് BJP പാർട്ടി കാണിച്ചിരിക്കുന്നത്. കനത്ത ചൂടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ചൂടുപിടിക്കുന്നു. ഷൊർണൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ പര്യടനം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്നു. അതാത് പ്രാദേശിക നേതാക്കന്മാർക്കൊപ്പമായിരുന്നു സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥന. ഉച്ചയ്ക്ക് സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസ് പാലക്കാട് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിലും പങ്കെടുത്തിരുന്നു. ഒറ്റപ്പാലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രേമകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. വിവിധ ഇടങ്ങളിൽ LDF നേതാക്കളായ S അജയ്കുമാർ, S കൃഷ്ണദാസ്, T സുനിൽ, K രാമചന്ദ്രൻ, K ശ്രീവത്സൻ, AK ഷീലാദേവി, U ബാലചന്ദ്രൻ, K പ്രേംജിത്ത്, ബാബു, മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരെയും എന്നതുപോലെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിശപ്പിന്റെ പ്രശ്നം, അല്ലേ? വിശപ്പ് നമുക്ക് ആവർത്തിച്ചു വരുന്ന ഒന്നാണ്. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ പിന്നെ വേണ്ടാതില്ല, മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിശപ്പ്. മനുഷ്യർ പട്ടിണി കിടക്കുക എന്നത് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ആരും പട്ടിണി കിടന്ന് മരിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ. ആ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം എന്നാണെന്ന് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയുകയാണ്. അതിദരിദ്രരില്ലാത്ത നാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ വിവിധ വിഭാഗങ്ങളിലെ നിരീക്ഷകരും ഓരോ മണ്ഡലങ്ങളിലും 4 സ്ക്വാഡുകൾ വീതമാണ് നിരീക്ഷണത്തിനായും പരിശോധനയ്ക്കായും വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട നിരീക്ഷകരുടെ സ്ക്വാഡുകളും ഈ കാണുന്നത് ഷൊർണൂർ നിയോജകമണ്ഡലത്തിലെ സ്ക്വാഡുകളാണ്. പകലെന്നോ രാത്രിയെന്നോ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സ്ക്വാഡുകളുടെ നിരീക്ഷണമുണ്ട്. നിരീക്ഷണത്തിന് പുറമെ സ്ക്വാഡുകൾ പാതയിലേക്ക് ഇറങ്ങി വാഹന പരിശോധനയും നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചെലവുകൾ നിരീക്ഷിക്കാനായും ക്രമസമാധാനവും സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷിക്കാനും സ്ക്വാഡുകളുണ്ട്. എല്ലാ സ്ക്വാഡുകളെയും നിയന്ത്രിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസിനെ പാർട്ടിയിൽ തിരിച്ചെടുത്തു. ഇതിന്റെ ഭാഗമായി ലാലി ജെയിംസ് പാർട്ടിക്ക് മാപ്പ് എഴുതി നൽകി. പാർട്ടിയോട് മാപ്പ് പറഞ്ഞെന്ന് ലാലി ജെയിംസ് പ്രതികരിച്ചു. താൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി നേതാക്കൾക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ ഖേദമുണ്ട്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനൊപ്പം കോൺഗ്രസിനായി പ്രവർത്തിക്കും. ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ലാലി ജെയിംസ് പറഞ്ഞു. തീർച്ചയായിട്ടും പാർട്ടി വിട്ടുപോയിട്ടില്ല. ഞാൻ പാർട്ടി തന്നെ പുറത്താക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇലക്ഷൻ സമയമാണ്. UDF സർക്കാർ ഉണ്ടാകണം, ഇവിടെ UDF വിജയിക്കണം എന്നുള്ള അതിതീവ്രമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജൻ ജെ പല്ലൻ്റെ കൂടെ ആടെ സുഹൃത്തായും ഒപ്പം നീണ്ട വർഷങ്ങൾ കൗൺസിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന സഹോദരന്മാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേയർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പാർട്ടിക്കോ നേതാക്കൾക്കോ എൻ്റെ പ്രസ്താവന മൂലം അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ ഇപ്പോൾ പറയുകയാണ്. കാരണം നമ്മുടെ പിന്നിലുണ്ടായിരുന്ന നേതാക്കൾ കെ കരുണാകരൻ പോലെ രാഷ്ട്രീയ ഭീഷ്മാചാരനായിരുന്നു അദ്ദേഹത്തെ കണ്ടുപഠിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ? അദ്ദേഹം പോലും ഡിക്കിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. കാരണം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പോലും മാപ്പ് പറയാൻ തയ്യാറായി നിന്ന കെ കരുണാകരൻ്റെ മണ്ണാണിത് അല്ലേ? ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന STV റിപ്പോർട്ടർ ഷാഹുൽ ഹമീദിനെ തരൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി KC സുരേന്ദ്രൻ സന്ദർശിച്ചു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്ററും നിരവധി UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന STV കോട്ടായി ബ്യൂറോ റിപ്പോർട്ടർ NP ഷാഹുൽ ഹമീദിനെ തരൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KC സുബ്രഹ്മണ്യൻ സന്ദർശിച്ചു. ഞായറാഴ്ച വോട്ടഭ്യർത്ഥനയുമായി കോട്ടായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയും UDF പ്രവർത്തകരും NP ഷാഹുൽ ഹമീദിന്റെ വസതിയിലെത്തിയത്. രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും ഒപ്പം സകല പിന്തുണയും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുമാണ് സ്ഥാനാർത്ഥിയും സംഘവും അടങ്ങിയത്. കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്ററും നിരവധി UDF പ്രവർത്തകരും ഭാരവാഹികളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിവേചനങ്ങളിലെല്ലാം തന്നെ മാറ്റേണ്ട കാലമാണെന്നും എല്ലാ മതത്തിലും ഒരുപോലെ സ്വാതന്ത്ര്യം നൽകുന്ന ഏകരാജ്യം ഭാരതമാണെന്നും പ്രശസ്ത കഥകളി നടൻ സദനം ഹരികുമാർ പറഞ്ഞു. കണ്ണൂർ കിഴക്കുംപുറം AGB സ്കൂൾ 90-ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതെല്ലാം മാറ്റി നിർത്തിയാൽ വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും ജീവിക്കാനുള്ള സന്ദേശമാണ് നമ്മുടെ രാജ്യം എല്ലാവർക്കും കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാവരും സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം, പ്രത്യേകിച്ച് കേരളം. ഇവിടെ ക്രിസ്ത്യാനികളായാലും മുസ്ലിമുകളായാലും ഹിന്ദുക്കളായാലും പാഴ്സികളായാലും ജൂതന്മാരായാലും നമുക്കറിയാലോ, കൊച്ചിയിലെ ജൂതപ്പള്ളി അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അവിടെ അടുത്ത കാലത്താണ് എല്ലാവരും അവിടെ നിന്ന് പോയത്. അത്രയധികം സ്വാതന്ത്ര്യം എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും കൊടുത്ത ഒരു രാജ്യമാണ് നമുക്ക് വിവേചനങ്ങളെല്ലാം മാറ്റേണ്ട സമയമായി. എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് ചിന്തിക്കേണ്ട, മാറ്റങ്ങൾ വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ണൂർ കിഴക്കുംപുറം AGB സ്കൂൾ 90-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സദനം ഹരികുമാർ. PTA പ്രസിഡന്റ് MA നൌഫത്ത് അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ അനു എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, വൈസ് പ്രസിഡന്റ് ശ്രീദേവി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJN നജീബ്, അഴീക്കോടൻ വായനശാല സെക്രട്ടറി മനോജ്, MPTA പ്രസിഡന്റ് മുബീന, SMC ചെയർമാൻ ജസീന സാദിഖ്, റിട്ടയർഡ് പ്രധാനാധ്യാപിക B സുജ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ശ്രീലേഖ സ്വാഗതവും ജസീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടർ സദനം ഹരികുമാറിന് അധ്യാപകർ ചേർന്ന് ഉപകാരം നൽകി. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. മുതിർന്ന 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പ്രീ പ്രൈമറി ക്ലാസ്സിലെ കളിപ്പാട്ടങ്ങൾ സമ്മാനങ്ങൾ നൽകി. മികവ് പുലർത്തിയ രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ന് ഓശാന ഞായർ.
സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓശാന ഞായർ ആചരിച്ച് വിശ്വാസികൾ. ഇതോടെ ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കമായി. ഷൊർണൂർ അടക്കമുള്ള വിവിധ പള്ളികളിൽ നിരവധി വിശ്വാസികൾ ഓശാന ഞായറിലെ പ്രത്യേക ചടങ്ങിൽ പങ്കെടുത്തു. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓശാന ഞായർ. ഇതോടെ ഈസ്റ്റർ വാരാചരണത്തിന് തുടക്കമായി. ഓശാന ഞായർ ദിനത്തിൽ ഷൊർണൂർ അടക്കമുള്ള വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളാണ് നടന്നത്. ഷൊർണൂർ CSI സെന്റ് പോൾസ് ദേവാലയത്തിൽ രാവിലെ നടന്ന ഓശാന ഞായറിലെ ചടങ്ങുകൾക്ക് ഫാദർ പ്രിൻസ് ജോർജ് മുഖ്യ കാർമ്മികത്വം നൽകി. ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ് ഓശാന. മറിച്ച് അവൻ പറയുന്ന വാക്കുകൾക്ക് നിവൃത്തിയുണ്ടാകും, വാഗ്ദാനങ്ങൾ നിവൃത്തീകരിക്കപ്പെടുന്ന ഓർമ്മപ്പെടുത്തലാണ് ഓശാന. മൂന്നാമേ പറഞ്ഞു, കഴിവും പ്രാപ്തിയേക്കാൾ അപ്പുറമായി ദൈവത്തിന് അവൈലബിൾ ആയിത്തീരുക. എബിലിറ്റി അല്ല, മറിച്ച് അവൈലബിലിറ്റിയാണ്. ദൈവിക നന്മകൾക്ക് വേണ്ടി, സമാധാനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി നാം ദൈവത്തിന് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഹോശന്ന. ഇത് പറയുന്നൊരു പാസ്വേഡാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമില്ല. വിദ്യാഭ്യാസമാകാം, കഴിവാകാം, താലന്തുകളാകാം, സാധ്യതകളാകാം. ലോക നന്മയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി ദൈവത്തിന് നമ്മെ ആവശ്യമില്ല. നമ്മെ അനുവദിച്ചു കൊടുക്കുമ്പോഴാണല്ലോ ഹോശന്ന പൂർണ്ണമാകുക. ഇടവകയിലെ നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഫാദർ കുരുത്തോലയും നൽകി. ഇത് വാങ്ങിച്ചാണ് ഇവർ ദേവാലയത്തിൽ നിന്നും ഭവനങ്ങളിലേക്ക് മടങ്ങിയത്. ഏപ്രിൽ 2 പെസഹ വ്യാഴവും 3 ദുഃഖവെള്ളിയും ആചരിക്കും. 5 ഞായറാഴ്ച ഈസ്റ്റർ ആചരിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊയ്ക്കാളകൾക്കും വെടിക്കെട്ടിനും പേരുകേട്ട ചേലക്കര അന്തിമഹാകളവേല കാണാൻ മീനച്ചൂട് വകവയ്ക്കാതെ കാവിലെത്തിയ ആയിരങ്ങളായിരുന്നു. തട്ടകാക്കുന്ന ദേവന്റെ പൗരാണിക യാത്രയെ അനുസരിച്ച് കെട്ടിയുണ്ടാക്കിയ പൊയ്ക്കാളക ചുമലേന്തി ചെറുപ്പക്കാർ ഈണത്തിലുള്ള കാളപ്പാട്ടുകളുടെയും മേളത്തിൻ്റെയും അകമ്പടിയിൽ കാവിലേക്കെത്തി. ഇത്തവണ തെക്കങ്കൂർ ആയതിനാൽ മല്ലിശ്ശേരി കാവിൽ തീർത്ത 64 കാലിൽ തീർത്ത പന്തലിൽ വെച്ചാണ് കളമെഴുത്തുപാട്ട് നടന്നത്. പങ്കാരപ്പള്ളി, ചേലക്കര, വെങ്ങനല്ലൂർ, തോന്നൂർക്കര, കുറുമല എന്നീ 5 ദേശങ്ങളാണ് മുഖ്യ പങ്കാളികൾ. ഇവരുടെ വേലകൾക്ക് പുറമെ വിവിധ സമുദായത്തിൻ്റെയും ആഘോഷ കമ്മിറ്റികളുടേതുമായ വേലകളും വേഷങ്ങളും ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് ചെണ്ടമേളവും നടന്നു. ചേലക്കര നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന UR പ്രദീപ് വോട്ടർമാരെ നേരിട്ട് കാണാൻ വേണ്ടി കാവിലെത്തി. തുടർന്ന് 5 ദേശങ്ങളുടെ ഗംഭീര വെടിക്കെട്ട് നടന്നു. ഞായറാഴ്ച രാവിലെ കാവ് കയറിയുള്ള കാളകളിയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ മനുഷ്യസ്നേഹികളും മതേതരവാദികളും യഥാർത്ഥ മതവിശ്വാസികൾ അണിചേരുന്നത് LDFന്റെ കൂടെയെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഡീൽ ആരോപണത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്നും കൈപ്പത്തിയും താമരയും ഒരുപോലെയെന്നും ബിനോയ് വിശ്വം. ഉത്സവപ്പറമ്പിൽ മാല പൊട്ടിച്ചോടുന്ന കള്ളൻ മുൻപിലേക്ക് നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയും പോലെയാണ് കോൺഗ്രസ് എന്നും ആക്ഷേപം. LDF നേതാക്കളുടെ ചിന്തകളുടെ സിസ്റ്റം തകരാറിലായിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി. നവകേരള സദസ്സ് നടത്താനും പണി പൂർത്തീകരിക്കും മുൻപേ റോഡുകളുടെയും പാലങ്ങളുടെയും റീൽസ് എടുക്കാൻ കോടികൾ ചെലവാക്കുന്നതായും പരാമർശം. ജനങ്ങളുടെ ചോദ്യത്തെ ഭയക്കുകയും അതിനെതിരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി നമുക്ക് വേണ്ടെന്നും സോണിയാഗിരി. ചിറ്റൂരിൽ ശ്രീ നിയോജകമണ്ഡലം കൺവെൻഷൻ. തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കോൺഗ്രസ്. സർക്കാർ തെരുവിൽ കെട്ടിയ ബാരിക്കേഡുകളിൽ പൊതുസ്ഥലത്ത് BJP കൊടികൾ കെട്ടിയെന്ന് ആരോപണം. ഷൊർണൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെയും ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷകർ. ഓരോ മണ്ഡലത്തിലും 4 സ്ക്വാഡുകൾ. കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസ് തിരിച്ച പാർട്ടിയിലേക്ക്. ലാലി ജെയിംസ് മാപ്പ് എഴുതി നൽകി. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓശാന ഞായർ ഇന്ന്. വിവിധ ദേവാലയങ്ങളിൽ പങ്കെടുത്ത വിശ്വാസികൾ. ഓശാന ഞായറോടുകൂടി ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കം. പൊയ്ക്കാളകൾക്കും വെടിക്കെട്ടിനും പേരുകേട്ട ചേലക്കര അന്തിമഹാകാളൻ വേലയ്ക്ക് മീനച്ചൂട് വകവയ്ക്കാതെ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.